ചെമ്മീൻ ഉൾപ്പെടെ 70-ലേറെ ചിത്രങ്ങളിലാണ് മധുവും ഷീലയും ഒരുമിച്ചഭിനയിച്ചത്. ഏതു വേഷവും തന്റേതായ അഭിനയ പാടവത്താൽ ഗംഭീരമാക്കാൻ കഴിവുള്ള അഭിനേതാക്കൾ കൂടിയായിരുന്നു ഇരുവരും. പഴയകാല സിനിമാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴൊക്കെ ഷീല മധുവിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട് എന്നതും ഇരുവർക്കുമിടയിലെ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന കാര്യമാണ്. മധുവിന്റെ നവതി ആഘോഷവേളയിൽ മധുവിന്റെ സ്വഭാവത്തെക്കുറിച്ചും സിനിമാ ചിത്രീകരണ സമയത്തെ പെരുമാറ്റത്തെക്കുറിച്ചും ഷീല പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങളൊക്കെ അഭിനയം തുടങ്ങിയ കാലത്ത് എല്ലാവരും ഓവർ ആക്ടിംഗ് ആണ്. ചിരിയായാലും കരച്ചിലായാലും കുറച്ച് ലൗഡാക്കി ചെയ്യും. തോപ്പിൽ ബാസി അടക്കം അന്നുള്ള മിക്കവരും നാടകത്തിൽ നിന്ന് വന്നവരാണല്ലോ. അതുകൊണ്ട് അതാണ് ശരിയെന്നായിരുന്നു ധാരണ. അങ്ങനെയുള്ള സെറ്റിലേക്കാണ് മധുസാർ വരുന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച അനുഭവ സമ്പത്തും മധുസാറിനുണ്ടായിരുന്നു. ഓരോ സീൻ കഴിയുമ്പോഴും മധുസാർ ഇത് ഇങ്ങനെയല്ലെന്ന് പറയും. പക്ഷേ അത് കേൾക്കുന്ന ഞങ്ങൾക്കൊക്കെ അന്ന് പുച്ഛമായിരുന്നു. മധുസാർ അന്നേ നാച്ചുറൽ ആക്ടറാണ്. മധുസാറിന് നല്ല ഹ്യൂമർ സെൻസ് ആണ്. സെറ്റിൽ എല്ലാവരെയും ചിരിപ്പിക്കും. പക്ഷെ അദ്ദേഹം ചിരിക്കില്ല. അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടും കണ്ടിട്ടില്ല. നസീർ സാറും സത്യൻ സാറുമൊക്കെ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. സെറ്റിലെ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടുന്നതാണ് മറ്റൊരു പ്രത്യേകത. ചെമ്മീൻ സിനിമയുടെ ഷൂട്ടിനിടെ ആ ചിത്രത്തിൽ കാണിക്കുന്ന കുടിലിലിരുന്നാണ് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. അവിടെയാകെ ഈച്ചയാണ്. ഞാൻ ഉൾപ്പെടെ പലരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മധുസാർ മാത്രം ഒന്നും പറയാതെ കഴിക്കും. തിരുവനന്തപുരത്തെ വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടും ഇത്തരം സാഹചര്യങ്ങളോട് അസഹിഷ്ണുതയില്ലാതെ പെരുമാറുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ മധുസാർ ഒരു മടിയും കൂടാതെ വന്ന് അഭിനയിച്ചു. കഥ പറയാൻ തുടങ്ങിയപ്പോൾ ഷീലയുടെ പടമല്ലേ, ഞാൻ വന്നോളാം എന്നായിരുന്നു മധുസാറിന്റെ മറുപടി. ഷീല എന്തു പറയുന്നുവോ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. യക്ഷഗാനം എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ പലരും ഇത് ഷീല ചെയ്തതാവില്ല, മധുസാർ ചെയ്തതാകുമെന്ന് പറഞ്ഞു. അവരെയൊക്കെ മധുസാർ തിരുത്തി. ഒരു സീൻ പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് സാർ എല്ലാവരോടും പറഞ്ഞിരുന്നതായും ഷീല പറഞ്ഞു.